ഹായ് കൂട്ടുകാരെ, ഇറ്റ്സ് മീ സഡിയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ പെയ്തോ? ഞങ്ങൾക്കാണെങ്കിൽ ഇവിടെ നല്ല മഴക്കോളുണ്ട്. ഇതുവരെയും പെയ്തിട്ടില്ല, രാത്രിയിൽ പെയ്യുമെന്ന് തോന്നുന്നു. കാലാവസ്ഥാ നിരീക്ഷണമൊന്നുമല്ല കേട്ടോ. അപ്പോൾ പിന്നെ കാര്യത്തിലേക്ക് വരാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം ഇട്ട ഒരു ലോങ് വീഡിയോ ആണ്. ഞാൻ ഈ വീഡിയോ തുടങ്ങി ഓരോരുത്തർ ചോദിക്കുന്നുണ്ട്, ചേച്ചി നിങ്ങളുടെ റെസിപ്പി ഇട്ട് തരുമോ എന്ന്. അങ്ങനെ ഞാൻ മിനിഞ്ഞാന്ന് ഒരു വീഡിയോ ഇട്ടിരുന്നു. ഞങ്ങളുടെ റെസിപ്പി ആണ് ഇട്ടിരുന്നത്. ഞങ്ങളുടെ റെസിപ്പിയും ഞങ്ങളുണ്ടാക്കിയ ഉണ്ണിയപ്പവും അതിൻ്റെ കച്ചവടവും എല്ലാമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അത് ഞാൻ തന്നെ ആണ് ക്യാമറാമാനും എല്ലാം. അതുകൊണ്ട് അതിൻ്റെതായ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ വീഡിയോയിൽ. അതൊക്കെ നിങ്ങൾ സദയം ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, നമ്മൾക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ പഴം ചേർക്കാറില്ലേ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഞാൻ പഴം ചേർത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കാറുണ്ട്, പഴം ചേർക്കാതെയും ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഞങ്ങൾ കൂടുതലായും പഴം ചേർക്കാതെയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. പഴം ചേർക്കാതെയുള്ള ഉണ്ണിയപ്പത്തോടാണ് ആളുകൾക്ക് താല്പര്യം. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കുന്നത്. നമ്മൾക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ പല രീതിയിലുണ്ടാക്കാം. പഴം ചേർത്തുണ്ടാക്കാം, പഴം ചേർക്കാതെ ഉണ്ടാക്കാം. അരി മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അരിയും റവയും മൈദയും ചേർത്തുണ്ടാക്കാം, റവയും മൈദയും മാത്രം ചേർത്തുണ്ടാക്കാം, ഗോതമ്പും റവയും ചേർത്തുണ്ടാക്കാം, ഗോതമ്പും അരിയും ചേർത്തുണ്ടാക്കാം. അങ്ങനെ പല രീതിയിൽ പല മിക്സിങ്ങിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പല ഫ്ലേവറിൽ ചെയ്യാം. ഏലക്ക ചേർത്തുണ്ടാക്കാം, ഏലക്ക ജീരകം ചേർക്കാം, ഏലക്ക ജീരകം ചുക്ക് ചേർക്കാം. പിന്നെ വന്നിട്ട് ചക്കപ്പഴത്തിൻ്റെ സീസണൊക്കെ ആണെങ്കിൽ ചക്കപ്പഴം ചേർത്തുണ്ടാക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഉണ്ണിയപ്പത്തിൽ പഴം ചേർക്കുന്നത് തന്നെ ചിലർ പാളയംകോടൻ പഴം ചേർക്കുന്നവരുണ്ട്, നേത്രപ്പഴം ചേർക്കുന്നവരുണ്ട്, റോബസ്റ്റ പഴം ചേർക്കുന്നവരുണ്ട്. അങ്ങനെ പല വെറൈറ്റീസിൽ, അത് ഓരോ നാടിൻ്റെ അനുസരിച്ചാണ് ഓരോരുത്തർ ചേർക്കുന്നത്. അതിലൊക്കെ എന്താ പറയുന്നത്, പല നാട്ടിലുള്ളവർ പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് പഴം ചേർക്കാതെയാണ് കൂടുതലും ഉണ്ടാക്കുന്നത്. പിന്നെ നെയ്യ് ചേർക്കുന്നവരുണ്ട്, നെയ്യ് ചേർക്കാതെ ഉണ്ടാക്കുന്നവരുണ്ട്. നെയ്യും എണ്ണയും കൂടി കുഴിയിലൊഴിച്ച്, ചട്ടിയിൽ കുഴിയിലൊഴിച്ച് അങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ട്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നവരുണ്ട്, ഓയിലിൽ ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ തുടർന്ന് വരുന്ന വീഡിയോസിൽ പല രീതിയിലുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് പല രീതിയിലുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് പഠിക്കാം. അതുപോലെ തന്നെ മറ്റ് പല പലഹാരങ്ങളും ഉണ്ടാക്കുവാനായിട്ട് എനിക്കറിയാവുന്നതൊക്കെ നിങ്ങൾക്കും പറഞ്ഞു തരണമെന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെയ്യാൻ പറ്റുന്നവർ ചെയ്യട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് കേട്ടോ ഞാൻ അങ്ങനെ പറയുന്നത്. പിന്നെ അച്ചാറുകൾ ഉണ്ടാക്കാം, പലതരത്തിലുള്ള അച്ചാറുകൾ ഉണ്ടാക്കാം. നമ്മളുടെ കേരളത്തിൻ്റെ സ്റ്റൈലിലുള്ള അച്ചാർ, ആന്ധ്ര സ്റ്റൈലിലുള്ള അച്ചാർ, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള അച്ചാർ, അങ്ങനെയുള്ള പല രീതിയിലുള്ള അച്ചാറുകൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇതൊക്കെ ആയിരിക്കും നമ്മളുടെ വരും വീഡിയോകളിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുവാൻ മറക്കരുത്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സാധിക്കുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോകൾ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യം എന്താണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ. വീഡിയോയുടെ അറ്റവും മുറിയും കണ്ടിട്ട് ഓടിപ്പോയി എന്നാ ഇത്രയും കണ്ടല്ലോ ഇനി ബാക്കി ചെയ്ത് കളയാം എന്ന് കരുതിപ്പോയാൽ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയത് ഒരു 1/2 കിലോ അരിപ്പൊടിയുടെ ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കിയത്. പക്ഷെ നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർ ഓടിച്ചെന്ന് 1/2 കിലോ 1 കിലോ അല്ലെങ്കിൽ 2 കിലോ ഒന്നും ഉണ്ടാക്കി കളയല്ലേ. നിങ്ങളൊരു ചെറിയ ഗ്ലാസ്സിനുള്ള ഒരു അളവെടുത്തിട്ട് അതിനനുസരിച്ച് ബാക്കി അളവുകളെല്ലാം എടുത്തുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ മാത്രം, നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് വേണ്ടി ഒന്ന് കഴിക്കാനായിട്ടുള്ളത് ആദ്യം ഒന്ന് ഉണ്ടാക്കി നോക്കണം.
നമ്മളുടെ ഫസ്റ്റ് ട്രയൽ തന്നെ എല്ലാം ഒന്നും ശരിയാവണമെന്നില്ല. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ പോകെ പോകെ അത് നന്നായി വന്നുകൊള്ളും. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് വലിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാതെ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വേണം നമുക്ക് തുടങ്ങാൻ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ഒരു പാർട്ടിക്ക് ഇങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തു. അവർ പെട്ടെന്ന് കുറച്ചധികം മാവെടുത്ത് ചെയ്തു. പക്ഷേ എന്താണെന്നറിയത്തില്ല, അവർ ചെയ്തതിൽ എന്തോ ഒരു ഫാൾട്ട് വന്നു. അത് ഉണ്ണിയപ്പം സോഫ്റ്റ് ആയില്ല എന്നാണ് അവർ പറയുന്നത്. അവരത് എങ്ങനെയാണ് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാതെ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അത് നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് കൊടുക്കാം, നിങ്ങളുടെ ബന്ധുക്കൾക്ക് കൊടുക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കുക. അവർക്കൊക്കെ ഇഷ്ടമായി എങ്കിൽ നിങ്ങൾക്ക് പുറത്തേക്ക് പ്രൊമോട്ട് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് അതൊരു ബിസിനസ്സാക്കി മാറ്റാം. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ സ്ത്രീകൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതായ പരിപാടികൾ എന്താണെങ്കിലും അത് ചെയ്ത് നമ്മളൊരു വരുമാനം ഉണ്ടാക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മൾ കാണുന്നതല്ലേ, എത്രയോ സംരംഭകരാണുള്ളത്. പലഹാരം ഉണ്ടാക്കുന്നവരുണ്ട്, തയ്ക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ മറ്റ് ക്രാഫ്റ്റുകൾ ചെയ്യുന്നവരുണ്ട്, ഹെയർ അക്സസറീസ് ചെയ്യുന്നവരുണ്ട്, ജ്വല്ലറി ചെയ്യുന്നവരുണ്ട്, അതുപോലെ ടെക്സ്റ്റൈൽസ് നടത്തുന്നവരുണ്ട്. ടെക്സ്റ്റൈൽസ് നടത്തുന്നതെന്ന് ഉദ്ദേശിക്കുന്ന വലിയ ബൾക്കായിട്ട് എടുത്തുകൊണ്ട് വന്ന് ചെയ്യുന്നതല്ല, കുറഞ്ഞ അളവിൽ നമ്മൾക്ക് സാധിക്കുന്ന രീതിയിൽ ഹോൾസെയിലിൽ എടുത്തിട്ട് അത് റീറ്റെയിൽ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ എത്രയോ സംരംഭകരുണ്ട്. നമ്മൾ സ്ത്രീകളെ വീട്ടിൽ വെറുതെ ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുവാനായിട്ട് ഉള്ള ഒരു പ്രചോദനമാണ് ഞങ്ങളെ പോലെയുള്ള ആളുകൾ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അത് പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുവാനായിട്ട് നോക്കണം. നമ്മളുടെ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്ത് നമ്മൾക്കൊരു 10 പൈസ ഉണ്ടാക്കുമ്പോൾ അതിന് ഒരു എന്താന്ന് പറയുന്നത്, അതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾക്കും എന്തൊക്കെയോ സാധിക്കുമെന്ന് നമ്മൾക്ക് മനസ്സിലാകും. നമ്മൾ മറ്റൊരിടത്ത് പോയി നിന്ന് നമ്മൾക്കൊരു ജോലി ചെയ്യാനുള്ള സാഹചര്യമില്ല എങ്കിൽ നമ്മളുടെ വീടുകളിൽ തന്നെ ഇരുന്നു കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങൾ ചെയ്ത് നമ്മൾക്ക് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ ഇതുപോലെയുള്ള വീഡിയോസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മോട്ടിവേഷൻ. നമ്മൾ ഐഡിയലായിട്ടിരിക്കാതെ എന്തെങ്കിലും ഒക്കെ ജോലികൾ ചെയ്യുക എന്നുള്ളതാണ് അതിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മൾക്ക് പുതിയ വീഡിയോസുമായിട്ട് കാണാം. കുക്കിംഗ് വീഡിയോസ് ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, പല രീതിയിലുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കും. അതുപോലെ തന്നെ പല പലഹാരങ്ങളുടെ ഉണ്ടാവും. ചിലപ്പോൾ എപ്പോഴും ഇങ്ങനെ ബിസിനസ്സിന് ഉതകുന്ന രീതിയിലായിരിക്കില്ല. ചിലപ്പോൾ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന കറികളോ അങ്ങനെയൊക്കെയുള്ളതായിരിക്കും. കാരണം എപ്പോഴും നമുക്കൊരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതിനുള്ള സാമ്പത്തികമോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല. ഞാൻ ഈ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ വരുമാനത്തിൽ നിന്ന് മാത്രം ജീവിച്ച് പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്നാൽ കഴിയും വിധമൊക്കെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ചിലപ്പോൾ എൻ്റെ യാത്രകളുടെ വീഡിയോകളൊക്കെ ആയിരിക്കും. യാത്ര എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ട്രിപ്പിന് പോകുന്നോ അങ്ങനെയൊന്നും, എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മൾ ചില വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാറുമുണ്ട്. കൂടുതലും നമ്മൾ കുക്കിങ്ങിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കുക്കിങ്ങാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. കാരണം മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുന്നതിന് നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ഉതകുമെങ്കിൽ അത് വളരെ ഉപകാരമാകുമെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് കാണാം. എൻ്റെ ചാനൽ കാണുവാൻ നിങ്ങൾ മറക്കരുത്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മൾക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, സ്റ്റേ ട്യൂൺ.